അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രതിരോധ വിഭാഗത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഒരു പ്രധാന സംഭവ വികാസത്തിൽ റഷ്യയുടെയും ചൈനയുടെയും നാവികസേനകൾ സംയുക്താഭ്യാസം നടത്തുകയാണ്. ഈ സംയുക്താഭ്യാസം അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? റഷ്യൻ നാവികസേനയുടെ പസഫിക് ഫ്ലീറ്റിൻ്റെ കണക്കനുസരിച്ച് ചൈനയുടേതിനൊപ്പം അവരുടെ അന്തർവാഹികളും ഏഷ്യ പസഫിക് മേഖലയിൽ സംയുക്ത പെട്രോളിംഗ് ഇപ്പോൾ നടത്തുകയാണ്. ഈ മേഖലയിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന ആദ്യത്തെ അന്തർവാഹിനി പെട്രോളിംഗ് ഇതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസം ആദ്യം ആരംഭിച്ച പെട്രോളിംഗിൽ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ പങ്കെടുത്തു. റഷ്യയുടെയും ചൈനയുടെയും ഏറ്റവും പുതിയ നീക്കം മോസ്കോയ്ക്കും ബീജിങ്ങിനും ഇടയിൽ വളരുന്ന സൈനിക സഹകരണത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത്. അദ്ദേഹത്തിന് ഇതൊരു വലിയ സന്ദേശമായും അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറയുന്നുണ്ട്. ഇത് അനുവദിക്കാൻ പാടില്ല എന്ന്. ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ നാവികസേന ഈ പ്രവർത്തനത്തെ തുടർച്ചയായ ഉഭയകക്ഷി അഭ്യാസ പരിപാടിയുടെ ഭാഗമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇത് അളവിലും വ്യാപ്തിയിലും വികസിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനീസ് പ്രസിഡന്റ് പിങ്ങും നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പങ്കിടുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും ഇപ്പോൾ ട്രംപിന് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അഭ്യാസം എന്തുകൊണ്ടാണ് അമേരിക്ക ഭയപ്പെടുന്നത്? റഷ്യയും ചൈനയും സംയുക്ത നാവിക പെട്രോളിംഗ് നടത്തുന്നത് ഇത് ആദ്യമല്ലെങ്കിലും മുമ്പും ഇത്തരം അഭ്യാസങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അവ ഉപരിതല കപ്പലുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു. ഈ പെട്രോളിംഗിൽ ആദ്യമായി റഷ്യൻ ചൈനീസ് അന്തർവാഹിനികൾ ഒരുമിച്ച് വിന്യസിച്ചു കടലിൽ എന്നുള്ളത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നു. ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ ഇരു നാവികസേനകളും ഒരു അന്തർവാഹിനി രക്ഷാപ്രവർത്തനത്തെ അനുകരിക്കുന്ന ഒരു ഉഭയകക്ഷി അഭ്യാസം നടത്തി. ഇതിനുശേഷം ഉടനെ തന്നെ സംയുക്ത പെട്രോളിംഗ് ആരംഭിച്ചു എന്നുള്ളത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ സഹകരിക്കുന്ന ഇരു നാവികസേനകളും സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനോടാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഈ പ്രവർത്തനത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ റഷ്യയും ചൈനയും കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചു. ഇത് അമേരിക്കയെ സന്തുലിതമാകാൻ ലക്ഷ്യമിട്ടുള്ള ഒരുതരം സഖ്യമായി അമേരിക്ക കണക്കാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും സംയുക്തമായി നടത്തുന്ന ഈ അന്തർവാഹിനി പെട്രോളിംഗ് ഇരു നാവികസേനകളും തമ്മിലുള്ള ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള അടിത്തറയായിട്ടും അമേരിക്ക കാണുന്നുണ്ട്. കൂടുതൽ അഭ്യാസങ്ങൾ തുടർന്ന് നടന്നേക്കുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നു. സംയുക്ത പരിശീലനം തുടരുമെന്ന് ചൈനീസ് സ്റ്റേറ്റ് മാധ്യമങ്ങളും സൂചിപ്പിച്ചു. സഹകരണം കൂടുതൽ വളരുമെന്ന് ഉള്ളത് അമേരിക്കയെ ഏത് തരത്തിൽ നേരിടും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.